ഹായ്, ഒരുപാട് കാലമായി ഒരു ബുക്ക് റിവ്യൂ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക ബുക്ക് റിവ്യൂ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നമുക്കെല്ലാം അറിയാം, ചുരുളി എന്ന സിനിമ ഉണ്ടായത് കളികവനാറിലെ കുറ്റവാളികൾ എന്ന കഥയിൽ നിന്നാണ്. വിനോയ് തോമസിൻ്റെ ആ കഥ ഉള്ളത് മുളരഞ്ഞാണം എന്ന ഒരു കഥാസമാഹാരം, ഒരു 7 കഥകളടങ്ങിയ ഒരു മുളരഞ്ഞാണം എന്ന കഥാസമാഹാരത്തിലെ അവസാനത്തെ കഥയാണ് കളികവനാറിലെ കുറ്റവാളികൾ. അപ്പോൾ ഇന്ന് നമുക്ക് മുളരഞ്ഞാണത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതിൻ്റെ പുറകിൽ എൻ ശശിധരൻ്റെ അവതാരികയുള്ളത് ലൈംഗികമായ പാപബോധവും ശരീരത്തിൻ്റെ ജൈവികതയെ ഹനിക്കുന്ന സദാചാര നിഷ്ഠകളും പെൺകുട്ടികളെ കൂച്ചുവിലങ്ങിട്ട് നിർത്തി എല്ലാവിധ പ്രതിരോധ ചിന്തകളും കെടുത്തി അടിമകളാക്കുന്നു. മതം മനുഷ്യ സ്വാതന്ത്ര്യത്തിനുമേൽ നടത്തുന്ന ഇത്തരം അധിനിവേശങ്ങൾ സാർവലൗകികമായ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ സാർവലൗകികമായ ആധികാരികതയോടെ ചടുലതയോടെ മുള്ളരഞ്ഞാണം ആവിഷ്കരിക്കുന്നു. പല നിലയ്ക്കും ശ്രദ്ധേയങ്ങളായ ഈ സമാഹാരത്തിലെ മറ്റു കഥകളെ ഞാൻ വായനക്കാർക്കായി വിടുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം, ശശിധരൻ്റെ അവതാരിയുടെ ഉള്ളടക്കം. ഇങ്ങനെ അങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിലുള്ള 7 കഥകൾ എന്ന് പറയുന്നത്: 1 ആനന്ദഭ്രാന്തൻ, 2 ചൂടൻ ഇങ്ങൻ്റെ ശവമടക്ക്, 3 കുട്ടുകുറുക്കത്തി കുർക്കൂർ, 4 മുള്ളരഞ്ഞാണം, 5 നായ്ക്കുരണം, 6 തുഞ്ചൻ ഡയറ്റ്, 7 കളികവനാറിലെ കുറ്റവാളികൾ. ഇതാണ് വിനോയ് തോമസിൻ്റെതായി ആദ്യം ഞാൻ വായിക്കുന്നത് ഓണപ്പതിപ്പിലങ്ങാൻ വന്ന നായ്ക്കുരണ എന്നൊരു ചെറുകഥയാണ്. അപ്പോൾ അന്ന് ആ കഥ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വിനോയ് തോമസിൻ്റെ കഥകൾ എന്താണെന്ന് ശ്രദ്ധിച്ച് രാമച്ചി എന്ന നോവൽ ഞാൻ വാങ്ങിവെച്ചു. കുറച്ച് വായിച്ചു, പക്ഷേ ഈ സ്വാഭാവികമായിട്ടുള്ളൊരു മടി കൊണ്ട് അത് പിന്നീട് മടക്കി വയ്ക്കുകയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ കളികവനാറിലെ കുറ്റവാളികൾ എന്ന സിനിമ ലിജോ ചുരുളിയാക്കുന്നു എന്നുള്ള വാർത്ത കണ്ടത്. അപ്പോൾ അതെവിടെയാണ് കിട്ടുക എന്ന് അന്വേഷിച്ചിട്ട് മുളരഞ്ഞാണം എന്ന കഥ 7 കഥകളടങ്ങിയ കഥാസമാഹാരത്തിൻ്റെ ഒരു കഥയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ DC ആപ്പ് വഴി ബുക്ക് ഓർഡർ ചെയ്തു. അങ്ങനെ വാങ്ങിയിട്ട് ആദ്യം കളികവനാറിലെ കുറ്റവാളികൾ വായിച്ച് തീർക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ചുരുളി കണ്ടത്. ബാക്കി കഥകൾ വായിച്ചില്ല, അതങ്ങനെ വെച്ചു. അപ്പോൾ ഈ ബുക്ക് വാങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ പണ്ട് വായിച്ച നായ്ക്കുരണയും ഈ കഥാസമാഹാരത്തിലെ ഒരു കഥയായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണ് അറിയുന്നത്. അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം ചുരുളിയൊക്കെ റിലീസായതിന് ശേഷം ഒന്നുകൂടെ മുളരഞ്ഞാണത്തിനെ ഓർമ്മിക്കുകയും ബാക്കി കഥകളെല്ലാം വായിക്കുകയും ആ 7 കഥകളും ഒന്ന് നിങ്ങൾക്ക് മുമ്പിൽ ചുരുക്കി പറയാൻ വേണ്ടിയിട്ടുമാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു നല്ല ബുക്ക് തന്നെയാണ്. ഇങ്ങനെ DCയിൽ ഓൺലൈൻ വഴിയാണെങ്കിൽ 65 രൂപയ്ക്ക് വായിക്കാൻ കഴിയും. PDF കിട്ടുമെന്ന് തോന്നുന്നു. അല്ലാതെ നമ്മൾ ബുക്കായിട്ട് വായിക്കുന്നതാണ് രസം. ബുക്കായിട്ട് ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടണമെങ്കിൽ 135 രൂപ കിട്ടും. DC വഴി കിട്ടും, അല്ലെങ്കിൽ ബുക്ക് സ്റ്റോറിലൊക്കെ കിട്ടുന്നൊരു ബുക്കാണ്. നല്ലൊരു പുസ്തകമാണ്. എല്ലാവർക്കും വായിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മുള്ളരഞ്ഞാണത്തിലേക്ക് കടക്കാം. അവതാരികയിലൊക്കെ പരാമർശിക്കുന്നത് മുള്ളരഞ്ഞാണം എന്ന കഥയാണെങ്കിലും എനിക്ക് വായിച്ചു കഴിഞ്ഞതിന് ശേഷം കളികവനാറിലെ കുറ്റവാളികളും അതുപോലെ നായ്ക്കുരണയും പോലെ തന്നെ ഹൃദ്യമായി അനുഭവപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി അനുഭവപ്പെട്ടത് തുഞ്ചൻ ഡയറ്റ് എന്ന കഥയാണ്. തുടക്കത്തിൽ നമ്മുടെ ആനന്ദിനെ പോലെയും അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രനെ പോലെയൊക്കെയുള്ളൊരു രീതിയിലൊക്കെ പോകുന്ന കഥ പറച്ചിൽ അവസാനം എത്തുമ്പോഴൊരു വീക്കെൻഡ് സാഹിത്യത്തിൽ പോലൊരു നർമ്മം തന്ന് നമ്മളെ ഊറി ചിരിപ്പിക്കുന്ന ഒരു കഥയാണ് തുഞ്ചൻ ഡയറ്റ്. അതിൽ അടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയം, ഒളിച്ചിരിക്കുന്ന കറുത്ത ഹാസ്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഇങ്ങനെ ആലോചിച്ച് ഓർത്തെടുത്ത് ചിരിക്കാനും അതുപോലെ ഓർത്തെടുത്ത് അതിൻ്റെ സീരിയസ്നെസ്, അതിൻ്റെ അങ്ങനത്തെ ഒരു ഭാവം മനസ്സിലാക്കാനും പറ്റിയ കഥയാണ് തുഞ്ചൻ ഡയറ്റ്. പൊതുവിൽ എല്ലാ കഥയ്ക്കും വിനയുടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നാടൻ, അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ തന്നെയുള്ള നമ്മുടെ ഭാഷയായാലോ സംസ്കാരമായാലോ അങ്ങനെ പല കാര്യത്തിൻ്റെയും പൊടി തട്ടിയെടുക്കൽ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എല്ലാം ഉണ്ട്, നമ്മൾ മറ്റൊന്നും തേടിപ്പോകണ്ട, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ഒരു തിരിച്ചെടുപ്പ്, ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കഥകളിലും എല്ലാത്തിലും ഒരു കോമൺ ആയിട്ടൊരു കാര്യം അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആദ്യത്തെ കഥയായ ആനന്ദഭ്രാന്തൻ മറ്റു സ്ഥലത്തേക്കൊന്നും തേടിപ്പോകേണ്ട, അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ ഒരു ബ്രാൻഡുണ്ട് എന്ന രീതിയിൽ പറയുന്ന സാധനം. അതുപോലെ അതിൻ്റെ അവസാനം ഉപയോഗിക്കുന്ന ബ്രാൻഡിയം എന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴും അത് രസകരമായിട്ട് ഞാൻ തുടർന്ന് അങ്ങോട്ട് പറയാം. പിന്നെ ഒന്ന് കുട്ടുകുറുക്കത്തി കുർക്കൂർ വരുമ്പോൾ വരുന്നത് അതും ഈ ഭാഷാ പ്രയോഗം തന്നെയാണ്. നമ്മുടെ പഴയ തലമുറകൾക്കുണ്ടായിരുന്ന പോലെ ഇപ്പോഴത്തെ തലമുറകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായ പല കാര്യങ്ങളും ഭാഷയെക്കുറിച്ചൊക്കെയാണ് കുട്ടുകുറുക്കത്തി സംസാരിക്കുന്നത്. ഇപ്പോൾ ചൂടൻ ഇങ്ങൻ്റെ ശവമടക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഈ ഒരു ചുറ്റുപാട് ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വിട്ട് ജീവിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നതിനെയൊക്കെ നമ്മൾ വട്ടന്മാരാക്കിയിട്ട് ഒക്കെ പ്രതിഷ്ഠിച്ച് വെക്കുന്നതിനെക്കുറിച്ചൊക്കെ
സംസാരിക്കുന്ന ഒരു കഥയാണ് ചൂടനിങ്ങൻ്റെ ശവമടക്ക്. മുള്ളരഞ്ഞാണത്തിലേക്ക് വരികയാണെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അത് സംസാരിക്കുന്നത്. ഇപ്പോൾ അവതാരികയിൽ പറഞ്ഞ ആദ്യത്തെ അവതാരികയിൽ ചെറുതായിട്ട് പറയുന്നത് മുള്ളരഞ്ഞാണത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പേര് തന്നെ, ആ കഥയുടെ പേര് തന്നെയാണ് ഈ ബുക്കിൻ്റെ കഥാസമാഹാരത്തിൻ്റെ പേരായിട്ടും എടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തുഞ്ചൻ ഡയറ്റും ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒരു കറുത്ത ഹാസ്യവുമൊക്കെ പറഞ്ഞു പോകുന്നതാണ്. കളിയമ്മനാറിലെ കുറ്റവാളിയിലേക്ക് വരികയാണെങ്കിൽ നീതിമാൻ ആരാണ് കുറ്റവാളി, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയക്കാരനൊക്കെ ആയിട്ട് നിന്നിട്ട് ആഭ്യന്തരം കൈയാളുന്ന ഒരു ക്രിമിനൽ മന്ത്രി ആണ് പോലീസിനെ കൊണ്ട് സാധാരണ കള്ളന്മാരെ പിടിപ്പിക്കുന്നതൊക്കെയുള്ള ആ കുറേ ഇരട്ടത്താപ്പുകളൊക്കെ ചർച്ച ചെയ്യുന്നതാണ് കളികമനാറിലെ കുറ്റവാളികൾ. നായ്ക്കുരുണയിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലൈംഗിക ആഗ്രഹങ്ങളും അത്തരം ചിന്തകളും ഒക്കെ പരാമർശിക്കുന്നതാണ് നായ്ക്കുരുണ. നമുക്ക് അത് വായിക്കുമ്പോൾ തന്നെ നായ്ക്കുരുണ തോപ്പ് കൂടെ പോകുന്നതും അത് തട്ടിയിട്ട് ചൊറിയുന്നത് പോലെയുമൊക്കെ അനുഭവഭേദ്യമാവും. അതുപോലെ വെറുതെ തൂങ്ങിക്കിടക്കുന്ന നായ്ക്കുരുണക്കുലകൾ ഒരു കാടിൻ്റെ വന്യതയെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു വന്യതയെ കണ്ട് പേടിച്ചു പോകുന്നതും അതിന് അടിമയാക്കപ്പെടുന്നതുമൊക്കെ സംസാരിക്കുന്ന ഒരു കഥയാണ് നായ്ക്കുരുണ. ഇനി അവസാന കഥയായ കളികമനാറിലെ കുറ്റവാളികൾ അധികം പേർക്കും ചുരുളി സിനിമ കണ്ടതുകൊണ്ട് അറിയുന്ന കഥയാകും. എങ്കിൽ ഇവിടെ ആരാണ് കുറ്റവാളി, ആരാണ് നീതിമാൻ എന്നൊരു പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നത്. കൂടെ നാടൻ തെറിപ്രയോഗങ്ങളുമാണ് കഥയുടെ സവിശേഷത. അതും ഒരു ഭാഷാപ്രയോഗം എന്ന നിലയിൽ പ്രത്യേകിച്ചൊരു മലയാളം ഭാഷയായ വിനോയ് തോമസിൻ്റെ നമ്മുടെ അന്തസത്ത തേടിയുള്ള എഴുത്തായി അനുഭവപ്പെട്ടു. അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ നൽകിയ അഭിമുഖത്തിൽ ഒരു ക്ലാസ്സിലും പഠിക്കാതെ തന്നെ എല്ലാ തെറിയും പഠിച്ചിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികൾ പറയുന്ന ഭാഗവും കണ്ടിരുന്നു. അതാണ് സത്യം. അതും ഒരു ഭാഷാപ്രയോഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ വിനോയുടെ എല്ലാ കഥകളിലും തലമുറകളുടെ വേരുകളിലേക്കുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ചില മൂല്യങ്ങളുടെ തിരിച്ചെടുപ്പുകളാണെന്ന് പറയാം. നമ്മുടെ ഭാഷയുടെ ഒരു വീണ്ടെടുപ്പിന് അദ്ദേഹം ശ്രമിക്കുന്നത് കാണാം. മതം, രാഷ്ട്രീയമെന്ന ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങിയ ചിന്താഗതികളെ കണക്കെട്ടി പരിഹസിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് വിനോയ്. മറ്റ് എഴുത്തുകാരിൽ നിന്നും കുറച്ചുകൂടെ അതായത് പച്ചയായ എഴുത്തിൻ്റെ ആളാണ് അദ്ദേഹം എന്ന് പറയാം. ചിലയിടത്തെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ രസകരമായി വരുന്നതും കാണാം. പമ്മൻ സാഹിത്യമെന്നൊക്കെ ചിലപ്പോൾ ചില ബുദ്ധിജീവി നാട്യങ്ങൾ അഭിപ്രായപ്പെട്ടേക്കാമെങ്കിലും അതിലും ചില രസങ്ങൾ ഇല്ല എന്ന് ആർക്കും അവകാശപ്പെടാൻ സാധിക്കുകയുമില്ലല്ലോ. പാശ്ചാത്യ സംസ്കാരത്തോട് വല്ലാതെ ആഭിമുഖ്യം കാണിക്കുന്ന യുവതലമുറ തീർച്ചയായും വായിക്കേണ്ട ഒന്നാണ് ആനന്ദബ്രാൻഡൻ. ഇവിടെ ഉള്ളതൊക്കെ തന്നെ അവിടെയുമുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഉള്ളതിനേക്കാൾ ഇവിടെ ഉണ്ടെന്ന ബോധ്യവും ആനന്ദബ്രാൻഡൻ തരുന്നുണ്ട്. അനീഷയുടെ ചൂരും ചൂടും എന്ത് കളിച്ചാലും ആൻമരിക്കുണ്ടാവില്ല എന്ന തിരിച്ചറിവെത്താൻ നിജേഷിന് കാലങ്ങളെടുക്കേണ്ടി വന്നു. അവസാനം ഭ്രാന്മീയതയിൽ അഭയം പ്രാപിക്കുന്ന അവനവൻ്റെ ഭ്രാന്താത്മാവിനോട് ഇണങ്ങുന്ന ലൗകികങ്ങളെ കണ്ടെത്താൻ പഠിക്കുന്നുമുണ്ട്. കുട്ടുകുറുക്കത്തിൽ മരങ്ങളോട് സംസാരിച്ച് അവയുടെ വളർച്ചയിൽ ഇടപെടാൻ കഴിവുള്ള കൊച്ചു തെയ്യാവലിയമ്മച്ചിയിൽ നിന്നും പുതുതലമുറ കുട്ടൂസെ എന്ന വിളിയിൽ നിലച്ചുപോയ ആ അറിവ് നമ്മുടെ ഏത് വിദ്യാഭ്യാസ സംവിധാനത്തിലും ലഭിക്കാത്തതാണെന്ന അത്തരമൊരു സാംസ്കാരിക അകലം നഷ്ടപ്പെട്ടു പോകുന്ന മൂല്യങ്ങളെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഇനി മൃഗത്തേക്കാൾ അപകടകാരികൾ മനുഷ്യനാണെന്ന ചിന്തയുണർത്തുന്ന കളികമനാറിലെ കുറ്റവാളികൾ ഭരണകൂടത്തിൻ്റെ നീചമുഖം വെളിവാക്കുന്നു. വലിയ ക്രിമിനലുകൾ രാജ്യം ഭരിക്കുകയും ആഭ്യന്തരം കൈയാളുകയും ചെയ്യും. ചെറിയവനെ കൊടും കുറ്റവാളിയെയും ചിത്രീകരിച്ച് തുറങ്കിലടയ്ക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ആ വിരോധാഭാസത്തെയാണ് ഇവിടെ അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. മുള്ളരഞ്ഞാണത്തിൽ മതങ്ങൾ മനുഷ്യനിലേൽപ്പിക്കുന്ന വിലക്കുകൾ, അടിയുറച്ചു പോകുന്ന തെറ്റിദ്ധാരണകൾ, അത് ബാധിക്കുന്ന മനുഷ്യർ, സ്ത്രീകൾ, സ്വാതന്ത്ര്യം, അടിമത്വം, സ്വാതന്ത്ര്യത്തിനും ശരീരത്തിനും ലൈംഗികതയ്ക്കും മുകളിലേക്കുള്ള മതത്തിൻ്റെയും സദാചാരത്തിൻ്റെയും കടന്നുകയറ്റം പ്രതിപാദിക്കുന്ന കഥയാണ്. അവളുടെ അരയിൽ എന്തോ പേടിപ്പെടുന്ന സംഗതി ഉണ്ടെന്ന മിഥ്യാഭാവത്തിൽ അടങ്ങിയൊതുങ്ങി മൂത്രിക്കേണ്ടി വരുന്ന സ്ത്രീ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് പ്രിയപ്പെട്ടത് തുഞ്ചൻ ഡയറ്റ് തന്നെയാണ്. ആദ്യം മുതൽ നൽകുന്ന ഗൗരവം പിന്നീട് തമാശയാകുന്നതും അവസാനത്തെ തമാശ ഓർക്കുമ്പോൾ അതിൻ്റെ കാര്യഗൗരവം ചിന്തിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ രണ്ടാമതായി മലയാളത്തിൽ വായിക്കുന്ന കഥയാണ് തുഞ്ചൻ ഡയറ്റ്. മുൻപ് എസ് ഹരീഷിൻ്റെ മോദസ്മിതനായങ്ങ് വസിപ്പൂ മല പോലെ എന്ന കഥയാണ് ആദ്യമായി ഇത്തരമൊരു അനുഭവം തന്ന കഥ. പുതിയ എഴുത്തുകാരിൽ വരും കാലങ്ങളിൽ മഹത്തരമായ സൃഷ്ടികൾ വിനോയ് തോമസിൻ്റെതായി ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. രാമച്ചി വായിച്ചു തീർക്കണം. അതുപോലെ മുമ്പ് ഹരീഷിൻ്റെ അപ്പൻ എന്ന കഥാസമാഹാരത്തിൻ്റെ റിവ്യൂ ചെയ്തിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം മീശയും വായിച്ചിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞിരുന്നു. പക്ഷേ മീശയും ഇതുപോലെ തന്നെ പകുതിയോളം വായിച്ചതിന് ശേഷം അടച്ചു വെച്ചിരിക്കുകയാണ്. ഇതുവരെ വായിച്ച് മുഴുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രാമച്ചിയും മീശയും ഉടനെ തന്നെ വായിച്ചു തീർത്തതിന് ശേഷം നിങ്ങളുടെ മുമ്പിലേക്ക് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരും. അപ്പോൾ ആ രണ്ട് കഥകളും വായിക്കാം. അതിനുശേഷം കാണാം.